നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് UDF സർക്കാർ പറഞ്ഞ കാര്യമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിൽ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 2000 രൂപയ്ക്ക് പകരം 3000 രൂപ ലഭിക്കുക എന്നുള്ളത്. ആ ഒരു വർധനവ് എന്ന് മുതലായിരിക്കും ലഭിക്കുക, അതുപോലെ തന്നെ മെയ് മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് ഇപ്പോൾ 2000 രൂപയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് 3000 രൂപയാക്കുമെന്നാണ് സർക്കാർ ആദ്യം അറിയിച്ചിരുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഭരണം ഏറ്റെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വന്ന് മറ്റ് മന്ത്രിമാരെ കൂടി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിന് ഔദ്യോഗികമായ അറിയിപ്പോൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു KSRTC ബസ്സിൽ സൗജന്യ യാത്രയെക്കുറിച്ച്. അതിൻ്റെയും പ്രാരംഭ നടപടികൾ ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അവസാന സമയത്ത് എല്ലാ പെൻഷനും പൂർണ്ണമായി നൽകിയിരുന്നു. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് മെയ് മാസത്തിലെ പെൻഷനാണ്. ഈ മാസം 22-ാം തീയതി 23-ാം തീയതി ആയിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക. ഒരു പക്ഷേ ഈ മാസം കൂടി നമുക്ക് 2000 രൂപ തന്നെയായിരിക്കും ലഭിക്കുക. ജൂൺ മാസം മുതലായിരിക്കും നമുക്ക് 3000 രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ കർശന നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു പെൻഷൻ വിതരണത്തിൽ. 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകളാണെങ്കിലും അവർക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു. സ്വന്തമായി വാഹനമുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ചെറിയൊരു നല്ല അറിയിപ്പുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെറിയ ഇളവുകൾ ഇക്കാര്യത്തിൽ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. AC, വാഹനങ്ങൾ, അതുപോലെ തന്നെ വീടിൻ്റെ അളവുകളെല്ലാം നോക്കാതെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകളാണ് yes എന്നും ഇല്ലാത്ത ആളുകൾ no എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം വരുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും നൽകേണ്ട മസ്റ്ററിങ്ങിലും പുതിയ മാറ്റങ്ങൾ വരുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.